ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ കുട്ടനാട് പോലത്തെ ഒരു സ്ഥലം തിരുവനന്തപുരത്തുണ്ട്. അത് ഏത് സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തുള്ള വെള്ളയാണി എന്നുള്ള ഒരു സ്ഥലമാണ്. വെള്ളയാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്ത് കിരീടം, നമ്മൾ പഴയ ഒരു സിനിമയുണ്ട് മോഹൻലാലിൻ്റെ കിരീടം എന്നുള്ള സിനിമ, ആ സിനിമ ഷൂട്ട് ചെയ്ത ഒരു പാലമാണ് ഇപ്പം ഞങ്ങൾ നടന്നു പോയ പാലം. ആ പാലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ ധാരാളം സഞ്ചാരികൾ ഇവിടെ വരാറുണ്ട്. ഈ പാലത്തിലിരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. നല്ല മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ് ഈ തിരുവനന്തപുരത്തുള്ള പുഞ്ചക്കരിക്ക് അടുത്തുള്ള ഈ കിരീടം പാലവും ആ പരിസര പ്രദേശങ്ങളൊക്കെ കുട്ടനാടിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഏരിയയാണ്. ധാരാളം പേര് വന്ന് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട്. പിന്നെ സീരിയൽ ഷൂട്ടിങ്ങും സിനിമ ഷൂട്ടിങ്ങായിട്ടൊക്കെ വരാറുണ്ട്. പിന്നെ കിരീടം എന്നുള്ള സിനിമ ഇറങ്ങിയ ശേഷം ആ പടം വളരെ ഹിറ്റായ ശേഷമാണ് ഈ കിരീടം പാലം എന്ന് പറഞ്ഞ ഈ പാലം വളരെയധികം ഫേമസ് ആയിട്ടുള്ളത്. ഇന്ന് കിരീടം പാലം എന്ന് പറഞ്ഞാൽ ഇന്ന് അറിഞ്ഞുകൂടാത്തതായിട്ട് ഒരു മലയാളി ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള പാലമാണ്. അതിൻ്റെ വശങ്ങളിലുള്ള ഈ സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഈ പാലം, ഈ പരിസരമൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ്. പക്ഷേ എന്നാൽ വളരെ മനോഹരമായ സ്ഥലമാണ്. പഴയ സിനിമ, നസീറിൻ്റെ സിനിമകളിലൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പഴയ സിനിമയൊക്കെ നോക്കിയാൽ മനസ്സിലാവും. കള്ളിച്ചെല്ലമ്മ പോലത്തെ സിനിമകളൊക്കെ, അതുപോലത്തെ ധാരാളം സിനിമകൾ ഈ വെള്ളയാണി കായലും പരിസരമൊക്കെ സിനിമയിലൊക്കെ പശ്ചാത്തലമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു വൺ ഡേ ടൂർ പ്ലാൻ ചെയ്ത്. അപ്പോൾ എൻ്റെ മോനാണ് വരുന്നതിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വന്ന മോനാണ് കൂടുതലും ഇങ്ങനത്തെ വൺ ഡേ ടൂർ. അവന് ചുമ്മാ ഇഷ്ടമല്ല, എപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ നിൽക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞിങ്ങനെ ഇവർ സജഷൻ പറഞ്ഞത്, ഇങ്ങനെ വെള്ളയാണിയിലെ അടുത്തുള്ള കിരീടം പാലവും ആ പരിസര പ്രദേശത്തൊക്കെ പോവാം നമുക്ക്. എന്നിട്ട് അവിടെ നിന്ന് നമുക്കിന്ന് പുഞ്ചക്കരി അവിടെ ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ കിരീടം പാലത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് പഴയൊരു പാട്ടൊക്കെ ഉണ്ടല്ലേ, കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി, ആ പാട്ടൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതൊക്കെ നല്ലൊരു നൊസ്റ്റാൾജിയ കിട്ടും ഇവിടെ പോയി കഴിഞ്ഞാൽ. കണ്ടില്ലേ, ആ രണ്ട് സൈഡ് നോക്കിയാലും വളരെ കണ്ണെത്താ ദൂരത്തോളം പാടങ്ങളും നല്ല പച്ചപ്പുകളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് വളരെ മനസ്സിന് കുളിർമയാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടാകുന്ന പോലും ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും. അത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ആണ് ഈ പുഞ്ചക്കരി പരിസരം, അതായത് വെള്ളയാണി. ഈ പരിസരം മൊത്തം അറിയപ്പെടുന്ന വെള്ളയാണി എന്നാണ്. അപ്പോൾ ഇതിന് ഇവിടെ പുഞ്ചക്കരി, കന്നാലിച്ചാൽ എന്നൊക്കെ ഇവിടെ അറിയപ്പെടുന്നുണ്ട്. നല്ല മഴ വരുന്ന സമയത്ത് ഇവിടെ ധാരാളം വെള്ളം കയറിയിട്ട് ഇവിടെ ബണ്ട് പൊട്ടിച്ച് മറുവശത്തുകൂടി പമ്പിങ് ചെയ്യാറുണ്ട്. പമ്പിങ് ചെയ്ത് ഇപ്പുറത്ത് ഈ സൈഡിലൊക്കെ കയറുന്ന വെള്ളം മുഴുവൻ ഈ പാലം വഴിയാണ് കടത്തി വിടാറുള്ളത്. ഈ പാലത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ആ തോട് വഴിയാണ് കടത്തി വിടാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇതിൽ കയറിയിട്ട് ഞങ്ങൾ ഇപ്പോൾ പാലമെല്ലാം കണ്ട് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നയനമനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നട്ടുച്ച സമയമാണ്, 1:30 മണി കഴിഞ്ഞ്. എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പുഞ്ചക്കരിക്ക് അടുത്ത് തന്നെ ഒരു ഷാപ്പുണ്ട്. അപ്പോൾ ഷാപ്പിൽ ധാരാളം കള്ള് ഷാപ്പാണെങ്കിലും ഇപ്പോൾ അറിയാമല്ലേ, എല്ലാം കള്ള് ഷാപ്പെന്ന് പറഞ്ഞാൽ പഴയ കണക്ക് കുടിയന്മാരല്ല വരുന്നതെല്ലാം സ്റ്റാൻഡേർഡായിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോയി ഒരു ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വൈഫിനൊന്നും അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കള്ള് ഷാപ്പിലൊന്നും പോയി ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. പുള്ളിക്കാരി ഇപ്പം ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അറിഞ്ഞു കാണത്തില്ല, അതുകൊണ്ടായിരിക്കും. എങ്ങനെ ഈ മനോഹരമായ കാഴ്ച കണ്ട് ഞങ്ങൾ പിന്നെ വേറെ തീരുമാനം എടുത്ത് ഇവിടെ നിന്ന് കോവളത്തോട്ട് പോയി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതുവഴി
നേരെ വന്ന് ഇടുങ്ങിയ റോഡാണ്, മൊത്തം ഗട്ടറാണ്. റോഡൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. പക്ഷേ നല്ല ഒരു വൈബാണ്. രണ്ട് സൈഡും കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നല്ല പച്ചപ്പൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് വെള്ളയാണിയും പരിസരവും ഈ പുഞ്ചക്കരി ഏരിയ. ഞങ്ങളവിടെ നിന്ന് വണ്ടിയിൽ വാഹനത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വളരെ പാടുപെട്ടാണ് വരുന്നത്. കാരണം റോഡൊക്കെ അത്ര മോശമായിട്ട് കിടക്കുന്ന റോഡ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ജനപ്രതിനിധികളൊന്നും കാണുന്നില്ലെന്ന് അറിഞ്ഞുകൂടാ. വളരെ മോശമായിട്ട് കിടക്കുന്ന റോഡിൽ കൂടെ വളരെ പയ്യെയാണ് വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം പേര് പുറകിൽ നിന്നൊക്കെ ഉണ്ട്, പിന്നെ മുന്നിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. ആ നേരെ കാണുന്ന ഒരു പാലം കാണില്ലേ, അതാണ് പുഞ്ചക്കരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ ഒരു ജംഗ്ഷൻ വരുന്ന ഏരിയയാണ്. അവിടെ ഒരു പാലമുണ്ട്. ഞങ്ങൾക്ക് പോകേണ്ടത് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ്. ഇടത്തോട്ട് പോയാലും നല്ല കാഴ്ചകൾ കാണാൻ പറ്റും. വലത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ വലത്തോട്ട് തിരിയണതിൻ്റെ അവിടെ തന്നെ ഒരു കള്ള് ഷാപ്പുണ്ട്. ധാരാളം പേര് അവിടെ വരാറുണ്ട്. അവിടെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാപ്പിൽ നല്ല തലക്കറിയും ഫിഷ് കറിയൊക്കെ ഉണ്ട്. ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും സീ ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഷാപ്പാണ്.